ആണ് ഇവിടെ വരുന്ന ഡാറ്റ. അപ്പോൾ ആ API ഹിറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഡാറ്റ കിട്ടും. ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റ നമ്മുടെ ഈ ഒരു ഫോമിലേക്ക് ഫില്ല് ചെയ്തിട്ട് ആ ഫോമാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ജസ്റ്റ് കോഡിലൂടെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. കോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ കോഡുകളും കിടക്കുന്നത് ഈ SRC എന്നുള്ള ഫോൾഡറിനകത്താണ്. ഓക്കെ, ഈ SRC എന്നുള്ള ഫോൾഡറിനകത്ത് API എന്നുള്ള ഫോൾഡർ ഉണ്ട്. ആ API എന്നുള്ളിൽ കോൺഫിഗറേഷൻ, എൻഡ് പോയിന്റ്, URLs എന്ന് പറഞ്ഞിട്ട് യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. ഈ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കോൺഫിഗറേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മള് ലോക്കലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ HTTP പ്രോട്ടോകോൾ ആണ് വരിക. അപ്പൊ ആ പ്രോട്ടോകോൾ പ്ലസ് നമ്മുടെ NVയിൽ യൂസ് ചെയ്തിട്ടുള്ള URL അല്ല, അതിൽ URL ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് 8000 ബേസിക്കലി നമ്മളെ ജാങ്കോന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ ഇത് API ബേസ് URL എന്ന് പറയുന്നത് പ്രോട്ടോകോൾ പ്ലസ് ഈ ഒരു പാത്ത്, ഐ മീൻ ഈ ഒരു URL എന്താണോ വരുന്നത് അത്. അപ്പോൾ HTTP // പിന്നെ ലോക്കൽ ഹോസ്റ്റ് 8000 എന്ന് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ബേസ് URL വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് എൻഡിന്റെ URL വരുന്നത്. ഇനി ഈ വൈറ്റ് API ബേസ് URL എവിടെയാണെന്ന് ജസ്റ്റ് നോക്കാം. അത് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ, ഇത് കണ്ടോ, വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിയാക്ടിന്റെ ഒരു ഫ്രെയിംവർക്ക്. ഓക്കെ, റിയാക്ട് JS നമ്മൾ കോഡ് ചെയ്യുന്നത് അതിന്റെ വൈറ്റ് എന്നുള്ള ഫ്രെയിംവർക്ക് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ ബാക്ക് എൻഡിന്റെ URL ബേസ് പാത്ത് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ലോഡ് ചെയ്യും. ഇവിടെ ഡാറ്റ എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ബൈ ഡിഫോൾട്ട് അത് ലോഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ പ്യുവർ ജാവാസ്ക്രിപ്റ്റ് ആണ്. അതിലത്ര കൺഫ്യൂഷൻ ഒന്നും വരുന്ന കാര്യമില്ല. ഈ ഡാറ്റ ഇതിവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓറാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ലോജിക്ക്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് എടുക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് API ടൈം ഔട്ട്. API റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത്ര ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ API ടൈം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ലോക്കൽ സ്റ്റോറേജ് നെയിം, ഇതാണ് നമ്മൾ നേരത്തെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ആപ്പിൽ പോയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജിന്റെ ഒരു ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് പ്രൊജക്ട് പോർട്ടൽ സ്റ്റോറേജ്, ഇതാണ് നമ്മൾ ഇവിടെ പേര് കൊടുത്തത്. ഈ പേര് കൊടുത്തുകൊണ്ടാണ് ആ ഒരു പേരിൽ അവിടെ സ്റ്റോറേജ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ API എൻഡ് പോയിന്റ്, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റുമായി കണക്ട് ചെയ്യുന്നത്. ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻഡ് പോയിന്റുകളൊക്കെ നമ്മൾ ഇവിടെയാണ് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഒരു എൻഡ് പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, കാറ്റഗറിക്കുള്ള ഒരു എൻഡ് പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റും വേരിയന്റും നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല, ഐ മീൻ നമ്മുടെ ബാക്ക് എൻഡിൽ ഇല്ല. ജസ്റ്റ് കൊടുത്തിട്ട് എന്താ വെച്ചാൽ നെക്സ്റ്റ് ടാസ്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിമിലർ ഇത് തരാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാക്ക് എൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാസ്ക് തരാനാണ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡിൽ ഓൾറെഡി കോഡ് ഉണ്ട്, ഇത് വെച്ചിട്ട് ബാക്ക് എൻഡിൽ ഫീൽഡുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു പുതിയൊരു പ്രൊജക്റ്റ് അവിടെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് ബാക്ക് എൻഡ് മാത്രം ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് കണക്റ്റഡ് ആവും. ഓക്കെ, അതിൽ മേ ബി URL ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്ന്, ഐ മീൻ ബാക്ക് എൻഡ് സൈഡ് ക്ലിയർ ആക്കി തന്നത് നമുക്ക് ഫ്രണ്ട് എൻഡ് സൈഡിലേക്ക് പോവാം. അപ്പോൾ ഇത് ഏരിയ ഒന്നും കൂടെ ക്ലിയർ ആവും. പിന്നെ ഈ ബേസ് URL ഇത് എവിടെ നിന്നാണ് വരുന്നത്? കോൺഫിഗ് എന്നുള്ള ഫയലിൽ നിന്നാണ്. അതായത് ഡോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുറകില്, അതായത് നമ്മുടെ ഇപ്പോൾ കറന്റ് നമ്മളെ കൺട്രോൾ നിൽക്കുന്നത് എവിടെയാണ്? ഈ ഒരു ഇതിലാണ്, ഐ മീൻ ഈ ഒരു API endpoint.ts എന്ന് പറഞ്ഞ ഒരു ഫയലിലാണ് നമ്മൾ കൺട്രോൾ നിൽക്കുന്നത്. ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് വരും, അതായത് ഈ API എന്നുള്ള റൂട്ടിലേക്ക് വരും. ഓക്കെ, ഈ API എന്നുള്ള റൂട്ടിലേക്ക് വന്നിട്ട് കോൺഫിഗിനകത്തുനിന്ന് index.ts എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് അത് തന്നെയാണ് ലോഡ് ആവുക. ഓക്കെ, ഇതിനകത്താണ് ഈ നമ്മുടെ ബേസ് URL എടുക്കുന്നത്. അത് എക്സ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്കിത് നമ്മളെ എൻറ്റയർ പ്രോജക്റ്റിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതിന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് പോകും. ഓക്കെ,
അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു രീതിയിലാണ് പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. സിംപ്ലിഫൈ ചെയ്യുക, റീയൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. നമ്മുടെ ഈ എൻ പോയിന്റിലേക്ക് വരുമ്പോഴും ബൈ ഡിഫോൾട്ട് വർക്ക് ആവുക ഇൻഡെക്സ് ഡോട്ട് ടി എക്സ് ആണ് വർക്ക് ആവുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന്റെ പാത്ത്, കറന്റ് പാത്തിൽ നിന്ന് യൂസേഴ്സ്, പ്രൊഡക്റ്റ്, എൻ പോയിന്റ്, ഇതൊക്കെ നമ്മുടെ ഈ ഒരു പേജിലേക്ക് എടുത്തിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ബേസിക്കലി ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷന് ഇത്രയും സെക്ഷൻ എന്തുണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അസംഷൻ ആണ് വരിക. ഓക്കെ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതിന് ഇക്വലന്റ് ആണ് ഇവിടെ എക്സ്പോർട്ട് ഇങ്ങനെ വന്നിട്ട് ആ ഒരു പേജിന്റെ പാത്ത് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോഡ് റെഡ്യൂസ് ചെയ്യാന്നുള്ളൊരു പർപ്പസിലാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ എത്ര പേജ് ക്രിയേറ്റ് ചെയ്താലും അത് ജസ്റ്റ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ആഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരിക. ഓക്കെ, പിന്നെ പ്രൊഡക്ട്സിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡാറ്റ ഗെറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിനാണ്. ഇത് ആവശ്യമില്ല, ഇത് ആക്ച്വലി നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ യൂസേഴ്സിനും ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കറന്റ്. ഇത് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ളതാണ്. പിന്നീട് ഇത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഒരു കാറ്റഗറിക്കൊന്നും നമ്മൾ ഇങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്, അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഓരോ എൻ പോയിന്റിനും ഇവിടെ കൊടുക്കുകയെന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറെ വരും. അപ്പൊ അത് റിമൂവ് ചെയ്തിട്ട് അത് കറസ്പോണ്ടിങ് പേജ്, ഐ മീൻ ആ കാറ്റഗറിന്റെ ഒരു മൊഡ്യൂൾ ഉണ്ടാവുമല്ലോ, അതിനകത്ത് തന്നെ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് പിന്നീട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഡെക്സ് ഡോട്ട് എക്സസ്, എല്ലാത്തിലും കോമൺ ആണ്. ഈ ഒരു എൻ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോഡ് ആവുന്ന ഇതാണ്, ഇതിനകത്തുള്ള കാര്യങ്ങളാണ് ഈ API എൻ പോയിന്റ്, പ്രൊഡക്റ്റ്, യൂസേഴ്സ്. ഇതിൽ ആവശ്യമുള്ളത് API എൻ പോയിന്റ്സ് ആണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രോജക്റ്റിൽ അതിന്റെ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഇപ്പൊ ഞാൻ റിമൂവ് ചെയ്തതിന്റെ കാരണം അതാണ്. മേ ബി ഡിപ്പെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് എറർ ആവും, പിന്നെ നമ്മൾ എറർ ഫിക്സ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പിന്നെ അത് യൂട്ടിൽസ് ഡോട്ട് പൈ ആണ്. യൂട്ടിൽസ് എന്നുള്ള ഒരു ഫോൾഡർ, അതിനകത്ത് കോമൺ HTTP ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഐ മീൻ ഇങ്ങോട്ട് കൺട്രോൾ വന്നു കഴിഞ്ഞാലും ബൈ ഡിഫോൾട്ട് ഇൻഡെക്സ് ഡോട്ട് TX ആണ് വർക്ക് ആവുക. ഇതിൽ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, കോമൺ എന്നുള്ളത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ കുറച്ച് ക്ലീൻ അപ്പ് നമ്മുടെ പ്രോജക്റ്റിൽ പെൻഡിങ് ഉണ്ട്. ഓക്കെ, ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ API റിക്വസ്റ്റ് ചെയ്തിട്ട് റെസ്പോൺസ് വരുന്ന കുറച്ച് കൈൻഡ് ഓഫ് ലോജിക്കുകളാണ്. ഇതൊക്കെ ഓൾറെഡി വൺ ടൈം ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് ഇതിലേക്കൊന്നും കൂടുതൽ ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇത് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. നമ്മൾ API റിക്വസ്റ്റ്, നമ്മൾ ടോക്കൺ ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന ലോജിക് ഒക്കെ ഓട്ടോമാറ്റിക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ്. നമുക്ക് പുതിയ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആ സമയത്ത് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ ബേസിക് ഓപ്പറേഷൻസിനൊക്കെ 100% ഇത് വർക്കിംഗ് ആണ്. നമുക്ക് ഇവിടെ ഒന്നും ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെക്ഷൻസ് ഇവിടെ ഒന്നും വർക്ക് വരൂല എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആകെ വർക്ക് വരിക എവിടെ വെച്ചാൽ നമ്മളെ പുതിയൊരു ബാക്കെൻഡിൽ ഒരു പുതിയൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ്, അങ്ങനത്തെ കുറച്ച് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ വരുള്ളൂ. അതാണ് ഇങ്ങനെ പ്രോജക്റ്റ് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വെക്കാനുള്ള കാരണം. പിന്നെ അസെറ്റ്സും നമുക്ക് ഇപ്പോൾ വല്ലാണ്ട് യൂസേജ് വരുമല്ലോ, നമ്മൾ അഡ്മിൻ പാനൽ ആയതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇതിലുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അസെറ്റ്സിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ മതി. ഈ ഫോട്ടോ, CSS, ജാവാസ്ക്രിപ്റ്റ്, അഡീഷണൽ ആയിട്ട് വരുന്ന സ്ക്രിപ്റ്റ്സ് ഒക്കെ, അതൊക്കെയാണ് യൂഷ്വലി അസെറ്റ്സിനകത്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ സ്റ്റൈൽ സ്ക്രിപ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി ഫ്രണ്ട് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബിൽഡിനായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇതിന് ഉള്ളിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ വരുന്നത് കമ്പോണൻസ് ആണ്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്റ്റില് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഒരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ കമ്പോണന്റ് ആണ്. ഇതൊരു കമ്പോണന്റ് ആണ്, ഇതൊരു കമ്പോണന്റ് ആണ്, ഇതിന്റെ ഉള്ളിൽ ഈ കിടക്കുന്ന ഇത് വേറൊരു കമ്പോണന്റ് ആണ്. ഓക്കെ, അങ്ങനെ ഈ ബട്ടനൊക്കെ ഓരോ കമ്പോണന്റ് എന്നുള്ള രീതിയിൽ, ഓരോ എലമെന്റ് ഓരോ കമ്പോണന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ കമ്പോണന്റ് ആക്കി മാറ്റും. ഇപ്പൊ സപ്പോസ് ഇതൊരു ബോഡി എന്നുള്ളൊരു കമ്പോണന്റ് ആണ് വിചാരിക്കുക. ഓക്കെ, ആ ബോഡിക്ക് അകത്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓരോ പേജിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ആ കമ്പോണൻസ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ബേസ് കമ്പോണന്റ് വേണം. അപ്പൊ നമുക്കൊരു ബേസ് കമ്പോണന്റ് ആക്കിയിടും, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രോജക്റ്റിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
കമ്പോണൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഫോം, ഐക്കൺസ്, ലേഔട്ട്, UI ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളെ ഫോം എലമെന്റ്സ് ആണ് ഇത്. ഇതൊക്കെ ബട്ടണ്, റേഡിയോ ഗ്രൂപ്പ് ബട്ടൺ, സെലക്ട് ഇൻപുട്ട്, ടെക്സ്റ്റ് ഏരിയ, ഇതൊക്കെ ഓരോ കമ്പോണന്റ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രോജക്റ്റിൽ ഇത് ജസ്റ്റ് റീയൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി കണക്റ്റഡ് ആണ്. നമുക്ക് ഓരോന്നും സ്ക്രാച്ച് നിന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഒരു യൂസ് ചെയ്തിട്ടുണ്ടാവും ഫോം, ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫോം എലമെന്റ്സ് ബേസിക്കലി എന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയക്കാണ് കേട്ടോ. അതായത് ഇൻപുട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഈ ഒരു കൈൻഡ് ഓഫ് സാധനത്തിനാണ് ഫോം എന്നൊക്കെ പറയാം. സാധാരണ ഫോം ഫില്ല് ചെയ്യാന്നൊക്കെ പറയില്ല, അതിൽ എന്താ ഉണ്ടാവുക, ചെക്ക് ബോക്സ് ഉണ്ടാവും, മേ ബി നമ്പർ ഫീൽഡ് ഉണ്ടാവും, ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും, ഇമെയിൽ അടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഫോം വരാം. അപ്പോൾ ഫോം എലമെന്റ്സ് ഇപ്പം നമ്മളിതിൽ ഇത്രേ ഉള്ളൂ. ഫ്യൂച്ചറിൽ മേ ബി ഓരോ ആവശ്യങ്ങൾ വരുന്നതനുസരിച്ച് ഫോം എലമെന്റ്സിന്റെ എണ്ണം ഇവിടെ ഇങ്ങനെ ഇൻക്രീസ് ആയി വരും. ഓക്കെ, അതാണ് ഇത് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐക്കൺ ആണ്. ഐക്കൺസ് നമ്മളെ പ്രോജക്റ്റിൽ പല ഐക്കൺസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, വ്യൂ ഐക്കൺ, എഡിറ്റ് ഐക്കൺ, ഡിലീറ്റ് ഐക്കൺ, അങ്ങനത്തെ ഐക്കൺസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. ഇതൊക്കെ SVG ഐക്കൺ ആയതുകൊണ്ടാണ് ഇതിനകത്ത് SVG എന്നുള്ളൊരു ഇത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, SVG ഒക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി എടുത്തിട്ട് നമ്മളെ പേര്, ഐക്കണിന് സിമിലർ ആയിട്ടുള്ള പേര് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഇതിങ്ങനെ സേവ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ പ്രോജക്റ്റിൽ ഈ ഐക്കൺസ് റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കോഡൊന്നും നമ്മുടെ മെയിൻ എന്താണ് പേജിനകത്ത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് ഐക്കൺ എന്നുള്ളൊരു ഇത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഇമ്പോർട്ട് ചെയ്താൽ നമുക്ക് ഐക്കൺ അവിടെ വിസിബിലിറ്റി കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ലേഔട്ട്. ഇതാണ് നമ്മുടെ എൻ്റയർ പേജ്. ഓക്കെ, സപ്പോസ് നമ്മുടെ എൻ്റയർ പേജ് ഇങ്ങനെ ആണെങ്കിൽ ഇതിനൊരു ലേഔട്ട് ഉണ്ട്. ഹെഡർ ഉണ്ട്, സൈഡ് നാവ് ഉണ്ട്, മെയിൻ ബോഡി ഉണ്ട്. ഈ ബോഡിക്കകത്തൊരു ഹെഡർ ഉണ്ട്, അതിൻ്റെ അകത്തൊരു ബോഡി ഉണ്ട്, അതിനകത്തൊരു ഫൂട്ടർ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഫൂട്ടർ എന്നൊക്കെ പറയാം. പിന്നെ മെയിൻ ഔട്ടർ ലേഔട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫൂട്ടർ ഉണ്ട്, ബോഡി ഉണ്ട്, സൈഡ് നാവ് ഉണ്ട്, ഹെഡർ ഉണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മെയിൻ ഫൂട്ടർ ആണ്, മെയിൻ ഹെഡർ ആണ്. പിന്നെ നാവ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റിൽ വരുന്ന എല്ലാ കൈൻഡ് ഓഫ് നാവിഗേഷൻസും നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഇതിനകത്താണ്. ബേസിക്കലി ഈ ഒരു കാര്യത്തിനാണ് നാവ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലെ ഓരോ കാര്യങ്ങൾക്കാണ് നാവ് ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സൈഡ് നാവ്, ഇതിനകത്തുള്ളത് ഓരോ ഐറ്റംസ് ആണ് നാവ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കുറെ കമന്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുന്നത്തെ പ്രോജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു, കുറെ കമന്റ് ആണ്. അൺകമന്റ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു ബ്രേക്ക്. ഓക്കെ.